പ്രിയപ്പെട്ടവരെ, ഈ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെയാണ് ഒരു വർഗീയ പരാമർശമൊക്കെ നടത്തിയത്. ഇപ്പോൾ വെള്ളാപ്പള്ളിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗിന്റെ മുഖപത്രം ചന്ദ്രിക. കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകുമെന്ന പ്രസ്താവനയ്ക്കെതിരെയാണ് വിമർശനം. വെള്ളാപ്പള്ളി കേരള തൊഗാഡിയാകാൻ ഓവർ ടൈം പണിയെടുക്കുന്നു, പിണറായി സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോൾ രംഗത്തിറക്കും, വെള്ളാപ്പള്ളിയുടേത് പച്ച വർഗീയതയാണെന്നും കേരളം ആരുടെയും തറവാട് സ്വത്തല്ലെന്നുമാണ് വിമർശനം. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ വിവരങ്ങളുമായി ചേർന്നത്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ വൈകാതെ കേരളം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകുമെന്നും കാന്തപുരം പറയുന്നത് കേട്ട് ഭരിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ എന്നും തുടങ്ങിയ വർത്തമാനമൊക്കെ ആയിരുന്നു ഇന്നലെ വെള്ളാപ്പള്ളിയുടേത്. ചന്ദ്രികയുടെ മുഖപ്രസംഗത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഗുഡ് മോർണിംഗ് സുധലക്ഷ്മി. കടുത്ത വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ ചന്ദ്രിക നടത്തിയിട്ടുള്ളത്. അതിൽ അവരുടെ പ്രതിവാര പങ്ക്തിയായിട്ടുള്ള പ്രതിച്ഛായയിലാണ് അതിൽ എടുക്കാച്ചരക്കുകളുടെ ഗിരിപ്രഭാഷണം എന്ന് തലക്കെട്ടോട് കൂടിയിട്ടുള്ള കടുത്ത വിമർശനമുള്ളത്. അത് തുടങ്ങുന്നത് തന്നെ വാർത്താ പ്രാധാന്യമൊന്നും കിട്ടാതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ നിന്നും എണീറ്റ് വിഷം ചീറ്റുന്ന ചിലരുണ്ട്. അത്തരത്തിലൊരാളാണ് മഹാമനുഷ്യായ ശ്രീനാരായണ ഗുരുവിൻ്റെ. അങ്ങനെ തുടങ്ങി വെള്ളാപ്പള്ളി നടേശൻ്റെ ചെയ്തികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കടുത്ത വിമർശനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അതായത് ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള ഒരു പരാമർശം എന്ന് പറയുന്നത് വൈകാതെ കേരളം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകുമെന്ന് തുടങ്ങിയിട്ടുള്ള വിദ്വേഷ പരാമർശങ്ങളാണ് ഇന്നലെ നടത്തിയിട്ടുള്ളത്. അതിനെതിരെയാണ് ഇത്തരത്തിലുള്ള പരാമർശം. അതിൽ ഏറ്റവും പറയുന്നത് ഈ കേരള തൊഗാഡിയാകാനുള്ള ശ്രമമാണ് വെള്ളാപ്പള്ളി നടേശൻ നടക്കുന്നത്. LDF സർക്കാരിന് പ്രതിസന്ധിയാകുമ്പോൾ ഇത്തരത്തിലുള്ള വർഗീയതയുമായി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വരാറുണ്ട്. കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാകാൻ പാടില്ല എന്ന് എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു കിതാബുണ്ടോ? മുമ്പ് CH മുഖ്യമന്ത്രിയായ ചരിത്രമൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ വെള്ളാപ്പള്ളി പറയുന്ന ഓരോ കാര്യങ്ങൾക്കും മറുപടി പറയുകയും അതോടൊപ്പം തന്നെ അതിനിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തുകൊണ്ടാണ് പറയുന്നത്. മറ്റൊന്ന്, PC ജോർജിനെയും ഇക്കാര്യത്തിൽ കൂട്ടിക്കെട്ടുന്നുണ്ട്. PC ജോർജ് മുമ്പ് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, PC ജോർജ് ഇപ്പോൾ നടത്തുന്ന പരാമർശങ്ങൾ, അതെല്ലാം അദ്ദേഹം ഇപ്പോൾ BJPയുടെ പാളയത്തിലാണ്. അതുകൊണ്ട് അതിനെ ആ രീതിയിലേക്ക് കാണുന്നുള്ളൂ. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പരാമർശങ്ങളെ അതിരൂക്ഷമായി തന്നെ വിമർശിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം BDJS രൂപീകരിച്ചത് മകന് വേണ്ടിയാണ്. BDJS രൂപീകരിച്ചത് മകനെ മുഖ്യമന്ത്രിയാക്കാനാണ്. പക്ഷെ അതെല്ലാം ആ ശ്രമങ്ങളെല്ലാം തന്നെ പാളിപ്പോയി. ഇപ്പോൾ ഇത്തരം പരാമർശങ്ങളായി വരുന്നു എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളിലും മറുപടി നൽകിയിരിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ വിമർശിച്ചിരിക്കുന്നു ചന്ദ്രിക മുഖപത്രം. ഇന്നലെ കോട്ടയത്ത് നടന്ന SNDP നേതൃയോഗത്തിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഇങ്ങനെ വർഗീയ വിഷം ചീറ്റിക്കൊണ്ടുള്ള പ്രസ്താവന പരാമർശങ്ങളൊക്കെ നടന്നത്.